നമസ്കാരം. പതിരും കതിരും. കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും എന്ന് കവി കടമ്മനിട്ട പാടിയിട്ടുണ്ട്. ഇങ്ങനെ കരിമൂർഖനെ പോലെ ഒരാൾ പുരികം വളച്ചു നിന്ന് അപ്പനപ്പൂപ്പൻ്റെ പ്രായമുള്ള ഒരാളെ തല്ലിയതിൻ്റെ വീരസ്യങ്ങൾ പറയുന്നത് കേട്ടു. അന്നത്തെ സാഹചര്യത്തിൽ ആ തല്ല് അവസരോചിതമായിരുന്നുവെന്നാണ് SFI നേതാവ് ആർഷോ പറയുന്നത്. പിണറായി സർക്കാർ ചെണ്ടകൊട്ടി സ്വകാര്യ സർവകലാശാലകളെ സ്വീകരിച്ചതിനെ പറ്റിയാണ് ആർഷോ മോൻ്റെ ഈ അഭിപ്രായ പ്രകടനം. വിദ്യാഭ്യാസ വിചക്ഷണനായ TP ശ്രീനിവാസനെ പറ്റി ചോദിച്ചപ്പോഴാണ് മുഖത്ത് നോക്കി ഞങ്ങളുടെ തന്തയ്ക്ക് വിളിച്ചാൽ അടിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞത്. SFIക്കാരെ അന്ന് ശ്രീനിവാസൻ കേട്ടാലറയ്ക്കുന്ന അസഭ്യം പറഞ്ഞുവത്രേ. സഭ്യമല്ലാത്തതൊന്നും നാവിനാൽ വർഷിക്കാത്ത ആ കുരുന്നുകൾക്ക് അത് സഹിച്ചില്ല പോലും. അന്നത്തെ ആ തല്ലിനെ ന്യായീകരിക്കാൻ തക്ക യാതൊന്നും ഇതുവരെ സഖാക്കൾക്ക് കിട്ടിയിരുന്നില്ല. AKG സെൻറ്റർ പ്രത്യേകമായി ക്യാപ്സൂളുകളും പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്തയ്ക്ക് വിളിച്ചപ്പോൾ തല്ലി എന്നാക്കി. ഒരു SFIക്കാരൻ സ്വന്തം തന്തയെ തല്ലിയാലും പാർട്ടിയും പിണറായി വിജയനും പറയും അന്നത്തെ സാഹചര്യത്തിൽ ആ തല്ല് ഉചിതമായിരുന്നുവെന്ന്. അതിന് മാപ്പ് പറയേണ്ട കാര്യമില്ല. വരും തലമുറയിലേക്ക് ഗുരുത്വദോഷികളെ സൃഷ്ടിക്കുന്ന ഒരു ഫാക്ടറിയാണ് ഈ പാർട്ടിയും പിണറായി വിജയനും. അന്ന് സ്വകാര്യ സർവകലാശാല വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുത്തത് വിജിൻ സഖാവാണ്. ആ സഖാവ് ഇപ്പോൾ MLA ആണ്. സമരം നടക്കുമ്പോൾ ആർഷോ മോൻ സംസ്ഥാന അംഗൻവാടി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. അവിടെ നിന്ന് മൂത്ത മുതുക്കനായിട്ടും സ്റ്റുഡൻ്റായി SFIയുടെ തലപ്പത്തിരിക്കുകയാണ്. തൻ്റെ പിൻഗാമികൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് പാർട്ടി വിരുദ്ധമാകും. പാർട്ടിക്കൊരിക്കലും പശ്ചാത്താപം, മാപ്പ്, ക്ഷമ എന്നീ വാക്കുകൾ പരിചിതമല്ല. അന്നത്തെ തല്ലിനെ പിണറായി വരെ ന്യായീകരിച്ചതാണ്. അതിന് വിരുദ്ധമായി ആർഷോ പറഞ്ഞാൽ കഥ എന്താകും? ഈ പറയുന്ന ആർഷോ എത്ര കേസിൽ പ്രതിയാണെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. എന്നിട്ടും ഗവർണറുടെ വീട്ടിൽ പോയി കക്കൂസ് കഴുകി കൊടുക്കടാ എന്ന് പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരോട് ആജ്ഞാപിക്കാൻ കഴിയുന്നത് ചില്ലറ കാര്യമല്ല. ഇയാളെ ഗുണ്ട എന്നൊരു ചാനൽ ചർച്ചയിൽ വിശേഷിപ്പിച്ചതിന് ഒരു മാധ്യമപ്രവർത്തകനോടന്ന് ഡോക്ടർ ചിന്താ ജെറോം പൊട്ടിത്തെറിക്കുന്നത് കേട്ടു. ആർഷോയെപ്പോലെ ഒരു നേതാവിനെയാണോ നിങ്ങൾ ഗുണ്ട എന്ന് വിളിച്ചത്? കേസിൽ പ്രതികളാകുന്നവരൊക്കെ ഗുണ്ടയാണെങ്കിൽ മഹാത്മാഗാന്ധി കേസിൽ പ്രതിയായിട്ടില്ലേ എന്നായിരുന്നു ചോദ്യം. കാപ്പ കേസിലെ ഒരു ഗുണ്ടയെ ന്യായീകരിക്കാൻ പത്തനംതിട്ടയിലെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി രാജു ഏബ്രഹാം പറഞ്ഞത് കേസ് പലർക്കുമെതിരെ ഉണ്ടാകുമെന്നും മഹാത്മാഗാന്ധിക്കെതിരെയും കേസ് ഉണ്ടായിട്ടില്ലേ എന്നുമാണ്. ഇത് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം CPMൽ ചേർന്ന ഒരുത്തനെ കാപ്പ ചുമത്തി ഭരണകൂടം നാട് കടത്തി. ചുരുക്കത്തിൽ കാപ്പ ക്രിമിനലുകളെയും SFI ഗുണ്ടകളെയും എല്ലാം ഈ വിവരം കെട്ട സഖാക്കൾ ഉപമിക്കുന്നത് മഹാത്മാവിനോടാണ്. ദുരാത്മാവ് ആർഷോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ഭരിക്കേണ്ടയാളാണ്. കായകൽപ്പ ചികിത്സയിലൂടെ പിണറായി വിജയൻ യുവത്വം തിരിച്ചെടുത്ത് 3ാം തവണയും മുഖ്യമന്ത്രിയാകുമ്പോൾ ആർഷോ വിദ്യാഭ്യാസ വകുപ്പും ആര്യ രാജേന്ദ്രൻ ഗതാഗതവും PP ദിവ്യ ആരോഗ്യ വകുപ്പും ഭരിക്കും. ആ ഭരണകൂടം അധികം അകലെയല്ല സുഹൃത്തുക്കളെ. TP ശ്രീനിവാസൻ അന്ന് കേട്ടാലറയ്ക്കുന്ന തരത്തിൽ തെറി പറഞ്ഞു പോലും. അവിടെ സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന SFIക്കാരുടെ ഇടയിലേക്ക് TP കയറി വരികയായിരുന്നുവെന്നാണ് ആർഷോ മോൻ പറയുന്നത്. തെറി പറയുന്നവനെയൊക്കെ തല്ലാനായിരുന്നെങ്കിൽ ആ തെറിയാശാൻ്റെ ചെകിടന്നെ പൊളിയേണ്ടതായിരുന്നു. എല്ലാ പരിരക്ഷയും ഉണ്ടായിരുന്നിട്ടും ഒരു ഗവർണറെ തന്തയ്ക്ക് വിളിക്കുകയും തല്ലാൻ ചെല്ലുകയും ചെയ്ത ഗുരുത്വദോഷ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതാവാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കണം. അപ്പോൾ പിന്നെ SFI പിള്ളേർക്കിടയിലൂടെ നടന്നുപോയ TP ശ്രീനിവാസനെ അന്നത്തെ ഇവന്മാർ വെച്ചേക്കുമോ? ആളുകളെ തല്ലിക്കൊല്ലുന്നത് പോലും രക്ഷാപ്രവർത്തനമാണെന്ന് ന്യായീകരിച്ച പിണറായി വിജയൻ്റെ ശിഷ്യന്മാരാണിവർ. വിദ്യാഭ്യാസ വിചക്ഷണനും മാന്യനുമായ ആ മനുഷ്യൻ കേട്ടാലറയ്ക്കുന്ന തെറി പറഞ്ഞു എന്ന് ഇവന്മാർ പറഞ്ഞാൽ SFIക്കാരനല്ലാതെ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അത് വിശ്വസിക്കുമോ? പറഞ്ഞു നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. TP ശ്രീനിവാസനെ തല്ലിയതിലൂടെ അന്നത്തെ SFI നേതാവ് ജീവിത വിജയം നേടിയ കഥയും നമ്മൾ കേട്ടു. ഒരു സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ് അയാളിപ്പോൾ. പാർട്ടിക്ക് വേണ്ടി തല്ലുന്നവനും കൊല്ലുന്നവനും പിന്നെ കാപ്പയ്ക്കും കഞ്ചാവിനുമൊക്കെ ഖാദി ബോർഡ് മുതൽ സഹകരണ സംഘങ്ങൾ വരെയാണ് തൊഴിലവസരങ്ങളായി കാത്തിരിക്കുന്നത്. പിൻവാതിലിലൂടെ തിരികെ കയറ്റാൻ എണ്ണമറ്റ അവസരങ്ങൾ വേറെ.